യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 43-ാമത്തെ വാക്യത്തിൽ ലാസറേ എന്ന് കർത്താവ് വിളിക്കുന്നുണ്ട്. ലാസറേ എന്നുള്ള വിളി കേട്ടപ്പോൾ അത് എന്തിനുള്ള വിളിയായിരുന്നു? മരിച്ച് അടക്കപ്പെട്ട് 4 ദിവസം കഴിഞ്ഞ് ചീഞ്ഞു നാറുന്ന ഒരു ശവക്കല്ലറുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് യേശു വിളിക്കുന്നത്, ലാസറേ പുറത്തു വരിക. പ്രിയമുള്ളവരെ, ഈ ശബ്ദം കേട്ട ഉടനെ ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു. എന്നാൽ അവൻ കെട്ടപ്പെട്ടവനായിരുന്നു. അവന്റെ കെട്ടുകളെ അഴിക്കാനായിട്ട് യേശു പറയുന്നു. കെട്ടുകൾ അഴിച്ചപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. സമൃദ്ധമായ ജീവൻ നൽകാനാണ്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാനും യേശു വന്നു. മൃതാവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുക. ആരെങ്കിലും ജീവനോടൊന്ന് പേരുണ്ടായിട്ടും മരിച്ചവരെ പോലെ നമ്മൾ ഇരിക്കുന്നവരാണോ? എന്നാൽ അതിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. നമ്മൾ മരിച്ചവരുടെ ഇടയിൽ ഉറങ്ങുന്നവരെ പോലെയാണോ? ദൈവത്തിന്റെ വചനമാണ് ജീവനുള്ളത്. ആ വചനമാണ് നമ്മുടെ ശബ്ദം, നമ്മൾ ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. അവന്റെ ശബ്ദം ജീവൻ തരുന്ന ശബ്ദമാണ്, സമൃദ്ധമായ ജീവൻ തരുന്ന ശബ്ദമാണ്. ഈ ശബ്ദത്തിന് നമ്മൾ എത്രമാത്രം വില കൊടുത്തിട്ടുണ്ട്. വചനം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്. ആ വചനം നമ്മുടെ ഹൃദയത്തെ തൊട്ടിട്ടുണ്ടോ? നാം പലരും ഇന്ന് ഉറങ്ങുന്നവരായി, മരിച്ചവരുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുന്നവരായിട്ടാണോ നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കുന്നത്? സൂക്ഷ്മ പരിശോധന നമ്മെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു.